നമസ്കാരം. അപ്പം നമ്മൾ ഇന്നലെ തൊട്ട് നമ്മളൊരു പുതിയ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ചാലഞ്ച് എന്ന് പറയുന്നത് നമ്മൾ സെൽഫ് കെയർ വീഡിയോസ്, അതായത് സെൽഫ് കെയർ ഏതൊക്കെ രീതിയിൽ ചെയ്യാം എന്നുള്ള വീഡിയോസാണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ ഒരു സീരീസ് ചെയ്യുന്നത്. അപ്പോൾ എന്നും മുടങ്ങാതെ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പം ഞാനിത് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സബ്സ്ക്രൈബറായ ഉണ്ണിക്കുട്ടൻ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇത് എൻ്റെ സ്വന്തം അഭിപ്രായത്തിൻ്റെ കൂടെ പ്രാക്ടിക്കൽ വേസ് ഇൻക്ലൂഡ് ചെയ്യുന്നതിൻ്റെ കൂടെ ഞാൻ കുറച്ച് റിസർച്ചൊക്കെ ചെയ്തു, ഞാൻ കുറേ ബുക്സൊക്കെ വായിച്ചു. അപ്പോൾ ഏതൊക്കെ ബുക്സാണ് വായിച്ചതെന്ന് ബുക്കിൻ്റെ പേരും അതുപോലെ തന്നെ എഴുതിയ ആളുടെ പേരും പറയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ബുക്കിൻ്റെ പേര് പറയാം അല്ലേ. ലൈറ്റർ യങ് പ്യൂബ്ലോ ഒരു ബുക്കാണ് കേട്ടോ. പിന്നെ വൺ വേർഡ് ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്, എലിവേറ്റ്, ഷേണ കെന്നഡി ആൻഡ് കൊളിൻ കലണ്ടർ ബുക്കാണ്. പിന്നെ ഇക്കിഗായ്, അതെല്ലാവരും വായിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ്. പിന്നെ ദ കറേജ് ടു ബി ഡിസ്ലൈക്ഡ്, ഇഷിരോ കിഷ്മി ആൻഡ് ഫുമിറ്റെക് കോഗയുടെ ദ കറേജ് ടു ബി ഡിസ്ലൈക്ഡ്. പിന്നെ മാനിഫെസ്റ്റ്, 7 steps to living your best life, റോക്സി നഫോസിയുടെ ഈ ബുക്ക് ഇതിലാണ്. മൈൻഡ്ഫുൾനെസ് ഫോർ എവറി ഡേ ലിവിങ്, ഇതും അടിപൊളി ബുക്കാണ്, ക്രിസ്റ്റഫർ ടിറ്റ്മസിന്റെ ബുക്കാണ്. സ്മോൾ വിൻസ് എവറി ഡേ, ലൂക്ക് കോട്ടിൻഹോ. ദിസ് ബുക്ക് ഈസ് മൈ ഫേവറേറ്റ് വൺ, സ്മോൾ വിൻസ് എവറി ഡേ. Then one habit a day, 31 habits to transform your life, അഷ്ഡിൻ ഡോക്ടറിന്റെ ഒരു ബുക്കുണ്ട്. ഫോക്കസ് ഓൺ വാട്ട് മാറ്റേഴ്സ്, ഡാരിക്കസ് ഫോറോസ്. ജെയിൻ ഓസ്റ്റന്റെ സെൻസ് ആൻഡ് സെൻസിബിലിറ്റി. അപ്പം ഇത്രയൊക്കെ ബുക്സാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത്. കൂടുതൽ ബുക്സ് ഉണ്ട്, അതെല്ലാം വരുന്ന വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ എൻ്റെ സെൽഫ് കെയർ എന്ന് പറയുന്നത് ഞാൻ ഇന്ന് കാരണം എല്ലാവരും പറയും സെൽഫ് കെയർ ചെയ്യൂ, സെൽഫ് കെയർ ചെയ്യൂ. എന്നാൽ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ സെൽഫ് കെയർ ചെയ്യാമെന്ന് നിങ്ങൾ ഇതുവരെ ആരെങ്കിലും പറഞ്ഞു തന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? എന്നാൽ ഞാൻ അതാണ് ഈ സീരീസ് വഴി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് തോന്നിയതൊക്കെ നിങ്ങൾക്ക് എടുക്കാം, മോട്ടിവേഷൻ എടുക്കാം. നിങ്ങൾക്കത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഗുണങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. എന്തൊക്കെ തരത്തിലുള്ള ഗുണങ്ങളുണ്ടായി, നിങ്ങളെ എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളത് കമൻസിൽ നിങ്ങൾ ഉറപ്പായിട്ടും പറഞ്ഞിരിക്കണം. അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് ഞാനൊരു കോട്ട് ആദ്യം പറയാം. മൂവ്മെന്റ് ഈസ് ദ ഡാൻസ് ഓഫ് ദ ബോഡി എന്ന് ഞാൻ എവിടെയോ ഒരു സെന്റൻസ് പണ്ട് എപ്പോഴോ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് എനിക്ക് അതാണ് പറയാനുള്ളത്. സിറ്റിംഗ് ഈസ് ന്യൂ സ്മോക്കിംഗ് എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതെ, 3/4 മണിക്കൂർ തൊട്ട് 1 മണിക്കൂർ നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ പെർമനന്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ, ഓഫീസിലാവാം പഠിക്കാനാവാം, നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, കൈ കൊണ്ട് കാലിൽ ടോയ് തൊടുക, ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. ഈ തടാസനം പോലുള്ള ആസനങ്ങളുണ്ടല്ലോ, തടാസനം അറിയില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് യൂട്യൂബ് നോക്കിയാൽ മതി കേട്ടോ. ഇങ്ങനെ എണീറ്റ് നിന്ന് സ്ട്രെച്ച് ചെയ്യുക, മേലോട്ട് നോക്കി. അത് നീളം വെക്കാൻ നല്ലൊരു ആസനമാണ് കേട്ടോ. അപ്പം അങ്ങനത്തെ ആസനങ്ങളൊക്കെ ചെയ്യുക. ടോസിൽ നമ്മുടെ കൈ കൊണ്ട് ടച്ച് ചെയ്യുക. ആ റൂമിലൊക്കെ ഒന്ന് എഴുന്നേറ്റ് നടക്കുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വെള്ളം കുടിക്കാനെങ്കിലും പോവുക. ഈവൻ ഓഫീസിലാണെങ്കിൽ പോലും. പിന്നെ കമ്പ്യൂട്ടറിൽ സ്ക്രീൻ നോക്കിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഒന്ന് ദൂരത്തോട്ട് നോക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് നിങ്ങൾക്കറിയാമോ, ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ എന്താ പറയുക, കൂട്ടി 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 നമുക്ക് വലിയ തരത്തിലുള്ള ഒരു ഹാബിറ്റ് ചേഞ്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പം ഇന്ന് എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒരു 3/4 മണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ കണ്ടിന്യൂസ് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, ഒന്ന് കൈകൊണ്ട് കാലി തൊടുക, ഒന്ന് ആ റൂമിലൊക്കെ ഒന്ന് എഴുന്നേറ്റ് നടക്കുക. ഇടയ്ക്കിടയ്ക്ക് ആ ഒരു മൂവ്മെന്റ് കൊണ്ടുവരിക ബോഡിക്ക്. ബിക്കോസ് സിറ്റിംഗ് ഈസ് ന്യൂ സ്മോക്കിംഗ് എന്നാണ്. സ്മോക്ക് ചെയ്യുന്നതിനേക്കാളും വളരെ, കാരണം നമ്മുടെ ബോഡി ഡിസൈൻ ചെയ്തിരിക്കുന്ന അതിൻ്റെ ഇന്റലിജൻസ് എന്ന് പറയുന്നത് വേറെയാണ്. ഈ ഒരു ലൈൻ ഓർത്താൽ മതി. മൂവ്മെന്റ് ഈസ് ദ ഡാൻസ് ഓഫ് ദ ബോഡി. നമ്മുടെ ബോഡിയുടെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള അവസ്ഥ എപ്പോഴും മൂവ്മെന്റ്സ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഡാൻസ് അറിയാവുന്നവരൊക്കെ ഡാൻസ് ചെയ്യുക, ഇടയ്ക്ക് എക്സസൈസുകൾ ചെയ്യുക, യോഗ ചെയ്യുക. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. എന്നെ സംബന്ധിച്ച് ഞാൻ യോഗ ചെയ്യാറുണ്ട്. വാമപ്സ് രാവിലെ ഉറപ്പായിട്ട് എഴുന്നേറ്റ് ഞാൻ വാമപ്സ് ചെയ്യും, എക്സസൈസ് ചെയ്യും. സൂര്യ നമസ്കാരം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരു ചെറിയ ബ്രേക്കായി. അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ താഴെ ജിമ്മിൻ്റെ ഫെസിലിറ്റീസ് ഉണ്ട്, അത് ചെയ്യും, ഡാൻസ് ചെയ്യും. അങ്ങനെ 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 എനിക്കിഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, മുടങ്ങാതെ തന്നെ. പിന്നെ ഇതുണ്ട്, സ്കിപ്പിംഗ് ഉണ്ട്, ജോഗിങ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം
നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ഞാൻ ഇത്രയും ഓപ്ഷൻസ് തന്നതാണ്, ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് കേട്ടോ ഇന്ന് തൊട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. പതിയെ പതിയെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് എന്നുള്ള രീതിയിൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക. ക്രമേണ 3/4 മണിക്കൂർ 1 മണിക്കൂറിലേക്കൊക്കെ ആക്കുക. കാരണം ചെറിയ 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 ഹാബിറ്റ്സ് ആണ് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് അതിന് സാധിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. നാളെ മറ്റൊരു സെൽഫ് കെയർ വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.